sweeties. ഇന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടീനേജർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ്, ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 year ഷെൽഫ് ലൈഫ് ഉണ്ട്. 100 ml അറൌണ്ട് 185 rupees ഒക്കെ ആവും. 50 ml 90 rupees കിട്ടും. എല്ലായിടത്തും ഏകദേശം ഓഫറിലുണ്ട്. ലൈക്ക് നൈക്ക, പർപ്പിൾ, ജിയോമാർട്ട് വരെ ഈ സംഭവം അവൈലബിൾ ആണ്. ഭയങ്കര നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഇതിന്റെ കൺസിസ്റ്റൻസി പറയുവാണെങ്കിൽ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആണ്. ഒട്ടും റണ്ണി ഒന്നുമല്ല. ഞാൻ ടെക്സ്ചർ സൈഡിൽ കൊടുത്തിരിക്കുക. നമ്മുടെ ഫേസ് വാഷ് ലിക്വിഡിനകത്ത് തന്നെ ഒരു പിങ്ക് കളർ ബീഡ്സ് ഉണ്ട്. അത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അത് ബേസ്റ്റ് ആയിട്ട് നല്ലൊരു ഫീലാണ്. ഒട്ടും സ്കിൻ ഡ്രൈ ആക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ഒരു ഫ്രേഗ്രൻസ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോസ് ഫ്രേഗ്രൻസ് ആണ്. ഒട്ടും ചീപ്പായിട്ടുള്ള റോസ് സെന്റ് അല്ല കേട്ടോ. ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ കൂടി ഇതിലെ ടാൽക്ക് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, പാരബൻസ് ആൻഡ് SLS ഉണ്ട്. അപ്പോൾ ചില ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഇത് പറ്റും, ചില ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഇത് പറ്റില്ല. എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. കാരണം ജസ്റ്റ് ഫേസ് വാഷ് അല്ലേ, നമ്മൾ യൂസ് ചെയ്തു, നമ്മൾ വാഷ് ചെയ്യുന്നു, പിന്നെ ബാക്കി നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കതിൽ വലിയ പ്രശ്നം സെൻസിറ്റീവ് സ്കിൻ ആയിട്ടും വന്നിട്ടില്ല. നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രം ഫേസിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. നമ്മൾ കയ്യിൽ നനച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ലാദർ ചെയ്തതിനു ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ല ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇച്ചിരി ഡ്രൈയിങ് ആണ്. ഏത് ഫേസ് വാഷ് യൂസ് ചെയ്താലും നിങ്ങൾ ആദ്യം കയ്യിലെടുത്തിട്ട് കയ്യിലൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് ലാദർ ചെയ്തതിനു ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് 1 minute മസാജ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്ത് കളയുക. ആക്നെ പ്രോൺ സ്കിൻകാരൊക്കെ ആണെങ്കിൽ ഒരു ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻസോ സിറമോ മോയ്സ്ചറൈസറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉടനെ തന്നെ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. എനിക്കും സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നി, ഒട്ടും ഡ്രൈയിങ് ആയിട്ടും തോന്നിയില്ല. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒന്നും ഇത് വെച്ചിട്ട് ക്ലീൻ ആവുമെന്ന് വിചാരിക്കരുത്. അതിന് നമ്മൾ ഓയിൽ ക്ലെൻസിങ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സ്കിൻ നല്ല ഫ്രഷ് ആവും, നല്ല ഗ്ലോയി ആവും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ജെൻസിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സ്കിൻ കെയർ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഈ ബേണിംഗ് സെൻസേഷൻ ഉണ്ടോ ഫേസ് വാഷ് ചെയ്യുമ്പോൾ? എനിക്ക് അങ്ങനെ ബേണിംഗ് സെൻസേഷൻ ഒന്നും വന്നില്ല, ഇറിറ്റേഷനും വന്നിട്ടില്ല. ഒരു ബോട്ടിൽ തീർന്നു. ഞാനിപ്പോൾ ടർമറിക്കിന്റെ ആണ് നേരത്തെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ടർമറിക്കിന്റെ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും ടർമറിക്കിന് ഒന്നും കൂടെ റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും റോസ് തന്നെ റീപർച്ചേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. അത് കാണുന്നവർക്ക് വീണ്ടും പ്രയോജനമാവും. പറഞ്ഞ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.